ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീണ്ടും കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത്. എന്നും തിരക്ക് ഓരോ പണികളാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല, അതാണ് വാസ്തവം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മഞ്ഞൾ പറിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മഞ്ഞളെല്ലാം പറമ്പിൽ പറിച്ചിട്ടത് വാരിക്കൊണ്ട് വന്നു. ആ കൂടെ ചേമ്പും ഉണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അത് എല്ലാം കൂടെ നമ്മളൊന്ന് വാരിക്കൊണ്ട് വരണം. അപ്പോൾ കുറച്ച് മഞ്ഞൾ നമുക്ക് പുഴുങ്ങി കൊടുക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ നമുക്ക് പച്ചക്കരിഞ്ഞ് നമുക്ക് പൊടിക്കാനായിട്ടും എടുക്കണം. അപ്പോൾ ഇന്ന് അതൊന്നുമില്ല, ഇന്ന് കുറച്ച് മഞ്ഞൾ പറിക്കാനുണ്ട്, ബാക്കിയും കൂടെ കുറച്ച് പറിക്കാനുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഒരു ചേമ്പ് പറിക്കണം. കുറച്ച് ചേമ്പൊക്കെ നമ്മൾ പറിച്ചു, എങ്കിലും കുറച്ചുകൂടെയൊക്കെ പറിക്കാറുണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് പറിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മഞ്ഞൾ അത്യാവശ്യം നല്ല തെറ്റില്ലാത്ത വിളവുണ്ട് കേട്ടോ. ഭയങ്കര വിളവ് അങ്ങനെയൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് പൊടിക്കാനുള്ളതും അതുപോലെ കുറച്ച് കൊടുക്കാനുള്ളതും ഒക്കെ ആയിട്ടുള്ള മഞ്ഞളുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ദിവസവും 2 ദിവസമായിട്ട് മഞ്ഞൾ പറിച്ചിട്ടു. കുറച്ച് മുറ്റത്തിൻ്റെ അടുത്തുണ്ടായിരുന്നതെല്ലാം. അപ്പോൾ അതെല്ലാം പറിച്ചിട്ടത് നമ്മൾ കുറച്ചൊക്കെ തണലത്തായിട്ടത്. അപ്പോൾ ഇന്ന് പറിച്ചതാണ് ഇത്. അപ്പോൾ ഇതും കൂടെ പറിച്ചു, ഒരു കൊട്ടയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിംഗ് ലൈറ്റ് വെച്ച് വീഡിയോ എടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ആ റിംഗ് ലൈറ്റിൻ്റെ ലൈറ്റും കൂടെ അത് സൈഡിൽ കയറി വരുന്നുണ്ട്. ചേമ്പൊക്കെ കൂടെ ഉണ്ട് കേട്ടോ. അതായത് അപ്പോൾ നമുക്കിന്ന് വൈകിട്ടത്തേക്ക് ചേമ്പ് പുഴുങ്ങണം. ചേമ്പൊക്കെ പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് എല്ലാവർക്കും. ഇന്നത്തെ 4 മണി ഇപ്പോഴത്തെ രീതിയിലുള്ള 4 മണി കാപ്പിയൊന്നും അല്ല കേട്ടോ. ചേമ്പും ചേനയൊക്കെ നമുക്കിവിടെ കൊടുത്തില്ലെങ്കിലും നമ്മളൊരിക്കൽ അല്ലാത്ത 4 മണി പലഹാരമൊക്കെ വാങ്ങും. അപ്പോൾ ഇന്ന് മഞ്ഞൾ പറിച്ച് കൂടത്ത് കിട്ടിയ ചേനയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം കാണാതെ കിടന്ന ചേനയാണ്. അപ്പം ഇക്കൊല്ലം നേരത്തെ മുളച്ചു വന്നു. അപ്പോൾ മഞ്ഞൾ പറിച്ചപ്പോൾ ഇതങ്ങ് പറിച്ചെടുത്തു. ഇനി മഞ്ഞൾ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഇടണം. ഇനി ഇതിൽ കൂടെ ചേമ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് തിരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനത് ഒന്നിച്ചൊരു കൊട്ടയിലിട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് തിരിഞ്ഞെടുക്കണം. അപ്പോൾ എന്നിട്ട് വേണം ഇനി അടുത്ത പരിപാടി. നല്ല വെയിലാണ് കേട്ടോ, നല്ല നട്ടക്കണ്ട വെയിലത്താണ് ഈ പരിപാടി ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ രാവിലത്തെ അടുക്കള പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു നേരം നമ്മൾ പറമ്പിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ അതെ, ചേമ്പ് ഈ കൊടുത്തിൽ നിന്നുള്ളത് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറേയൊക്കെ കറുത്ത ചേമ്പാണ് കേട്ടോ. കറുത്ത കണ്ണൻ ചേമ്പെന്ന് ഞങ്ങൾ പറയുക. എന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടൊക്കെ കറുപ്പല്ല കേട്ടോ, ഒരു വയലറ്റ്, നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് കേട്ടോ. നല്ല ഞോളയാണത്. അപ്പോൾ നീർക്കെട്ടിനൊക്കെ നല്ലതാണ്. അപ്പം ഞാനതൊക്കെ ഇട്ടിട്ട് തൂമ്പ എടുത്തുകൊണ്ട് ഇനി നമ്മൾ പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ചേമ്പ് പറിക്കാൻ വേണ്ടിയിട്ട്. ചേമ്പിന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വിളവൊന്നും കാണില്ല കേട്ടോ. കുറേയൊക്കെ നമ്മൾ മണ്ണ് കൂട്ടിയതും ഒക്കെ ഉണ്ട്, അപ്പം അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ പറിക്കുമ്പോൾ എല്ലാം കൂടെ തീർത്ത് പറിക്കണം. എന്നിട്ട് അടുത്ത കൊല്ലം ഒന്നെങ്കിൽ ഇവിടുത്തെ പറമ്പ് നടണം, അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് വേറെ കുറച്ച് പറമ്പുണ്ട് അവിടെ നടന്നിട്ട്. അപ്പോൾ ജാതിയാണ് നമ്മുടെ പറമ്പിൽ കൂടുതലും. ഇത് ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ ആഴ്ച പറിച്ച ചേമ്പിൻ്റെ തട നമ്മളിങ്ങനെ ഒരു കൊക്കോയുടെ ചോട്ടിൽ കൂട്ടിയിട്ടേക്കുന്നതാണ്. ഈ നിൽക്കുന്നതൊക്കെയാണ് ചേമ്പ്. ഇതങ്ങനെ മണ്ണ് കൂട്ടിയത് വളമിട്ടത് അങ്ങനത്തെ ചേമ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് ഒരു കൊക്കോക്ക അണ്ണാൻ തിന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പരിപ്പൊക്കെ നിലത്ത് ചാടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിലത്ത് കിടക്കണ പരിപ്പൊക്കെയാണോ കൊടുക്കണേന്ന്. അപ്പോൾ ഇതൊക്കെയാണല്ലോ ചോക്ലേറ്റായിട്ട് വരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും കൊക്കോക്കെ ഉണങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ചോക്ലേറ്റ് കഴിക്കില്ല കേട്ടോ. കാരണം ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന കാഡ്ബറീസുകാർ തന്നെയാണ്. അവരാണിങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ അടുത്ത് നിന്നല്ല കേട്ടോ, മലഞ്ചരക്ക് കടയിൽ നിന്ന്. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ കുറച്ച് ദിവസം കൊക്കോക്ക പൊട്ടിച്ച് കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ തീച്ചയൊക്കെ വന്ന് പുഴുവാകും കേട്ടോ. അത് ഉണങ്ങി കഴിയുമ്പോൾ പുഴുവൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് ഉണക്കിയെടുക്കുന്നതാണ്. വല്ല വഴിയുടെ സൈഡിലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അത് ഉണങ്ങുന്ന രീതിയും ഉണക്കാനിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പച്ചക്കൊക്കെ എടുക്കില്ലേ, അവരൊക്കെ ഉണങ്ങാനിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണം അവർക്ക് അങ്ങനെയൊക്കെ അടുക്കാർക്കല്ലേ, ഒരു ടാറിങ് റൗണ്ട് സൈഡിലും അങ്ങനെയൊക്കെ ഇട്ട് ഉണങ്ങി എടുക്കുന്നതാണ്. അതാണ് ഭയങ്കര ടേസ്റ്റി കാഡ്ബറീസൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്നത്. വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ ചേമ്പ് പറിക്കുവാണ്. ചേമ്പ് വലിയ തെറ്റില്ലാത്ത വിളവുണ്ട്. അപ്പോൾ കുറച്ച് ചേമ്പ് ഞാൻ പറിച്ചുള്ളൂ കേട്ടോ. അത് ഇത്രയും ചേമ്പ് പറിച്ചെടുത്തു. ഇനി നമ്മൾ വീട്ടിൽ കയറി പോവുകയാണ്. അപ്പം അതിന് മുമ്പേ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാവേ. രാവിലെ ഞാൻ കുറച്ച് വിറക് വാരി കൂട്ടിയായിരുന്നു കേട്ടോ.
ഇത് നമ്മൾ കുറേ നേരത്തെ വാരി കൂട്ടിയായിരുന്നു, കുറച്ച് ഈ ഒരു സൈഡ് മാത്രം ഇന്ന് വാരി കൂട്ടിയതാണ്. ഇത് മൊത്തം ചുള്ളലാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറേ ഇരിപ്പുണ്ട്, വിറക് വരെ കൊള്ളില്ലാത്ത വിറക് നമ്മളിങ്ങനെ ജാതിയുടെ ഒരു സൈഡിൽ 2 ജാതിയുടെ കൂടെ നടുക്കായിട്ട് ഇതുപോലെ വാരി വെച്ചതാണ്. ചുള്ളലാണ് ഇത് മൊത്തം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വിറക് വരെ വെച്ചാൽ പോലും ഒതുങ്ങില്ല. കാരണം ഇതിങ്ങനെ നമ്മളിതിങ്ങനെ ഒടിച്ചൊടിച്ചെടുത്ത് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ട് ഇടുക, അതേ പറ്റുള്ളൂ. നമ്മുടെ പറമ്പിൽ കുറച്ച് മരം കൊടുത്തായിരുന്നു, അപ്പോൾ അതിൻ്റെ വിറകാണിത്. ഇത് നമ്മൾ കൂടുതലും വിറകടുപ്പിലാണ് കേട്ടോ കത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിറകിന് നല്ല ചിലവാണ്. ജാതിക്കയാണ് നമ്മുടെ പറമ്പിൽ കൂടുതലുള്ളത്. അപ്പോൾ അതാ ഇലിമ്പപ്പുളി, ഇതിഷ്ടമുള്ളവർ ആരും ഇല്ലായിരിക്കും അല്ലേ. മറ്റുള്ളവർ കഴിക്കുന്ന കണ്ടാലും നമ്മുടെ വായിൽ വെള്ളം വരുന്ന 2 സാധനമാണ്. ഇതാ ഇതും നമ്മുടെ വാളംപുളിയും. അപ്പോൾ ഇതൊന്ന് പറിച്ച് കഴിക്കാമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ഒരു ആവേശത്തിൽ കഴിച്ചതാണ് കേട്ടോ. ഓ, ഒന്നും പറയണ്ടല്ലോ, ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. ഈ ഒരു പാകം നമുക്ക് അച്ചാറിടാൻ നല്ല പാകമാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്തിരി നീങ്ങി നിൽക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ ക്യാമറയിൽ കിട്ടുന്നില്ലെന്ന്. ഓ, ആവേശം മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇതും ചെമ്മീനും ചക്കക്കുരുവും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. മുരിങ്ങക്കോലും കൂടെ ഇട്ടാൽ പറയുകയേ വേണ്ട. നമ്മുടെ പറമ്പിൽ മുരിങ്ങയുണ്ട് കേട്ടോ, കായായി തുടങ്ങിയില്ല. അപ്പോൾ ചക്കക്കുരു കുറച്ച് കിട്ടിയതുണ്ട്, ചക്കപ്പഴത്തിൻ്റെ. അപ്പം അതൊക്കെ ഇട്ട് ദിവസം ഒന്ന് കറി വെക്കണം, പിന്നെ കുറച്ച് അച്ചാറിട്ട് വെക്കണം. ഇതൊക്കെയാണ് ഇനി പരിപാടി. ഉപ്പിലിട്ട് അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഉപ്പിലിട്ട് വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു. ഓഹോ, അപാര പുളിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പൊങ്ങ് പൊട്ടിച്ച് തിന്നാമെന്ന് ഓർത്ത് കേട്ടോ. തേങ്ങ കുറേ മുളച്ചത് കിടപ്പുണ്ട്, തേങ്ങ ആട്ടിക്കണം. അപ്പോൾ അതിനുള്ളൊരു നേരം കിട്ടിയില്ല. പിന്നെ മഴക്കാറുണ്ട് മിക്ക ദിവസവും, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ മറന്ന് പോകുന്നത്. അപ്പോൾ ഇത് നിറച്ച് പൊങ്ങാണ് കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. പൊങ്ങ് കഴിക്കാൻ ഇഷ്ടമുള്ള ആയിരിക്കുമല്ലോ എല്ലാവരും. ഇതിങ്ങനെ വിൽക്കാനൊക്കെ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് പൊങ്ങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അത്രയ്ക്ക് വലിയ ആവേശമൊന്നുമില്ല കേട്ടോ. കാരണം എന്ത് സാധനമായാലും നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കതിനോട് വലിയ താല്പര്യമൊന്നും കാണിയല്ലോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മുളച്ച് വന്നൊരു തേങ്ങയായിരുന്നേ. അപ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ വശത്തുനിന്ന് അങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് പിച്ചാത്തിക്ക് ഒന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഒന്ന് ഇളക്കിയെടുത്ത് അത് ഫുള്ളായിട്ട് എനിക്ക് പോകുന്നുള്ളൂ കേട്ടോ. വലിയ മധുരമൊന്നും ഇല്ലായിരുന്നേ. തേങ്ങ അനുസരിച്ചിരിക്കും കേട്ടോ. ഭയങ്കര നല്ല തേങ്ങ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇതിൻ്റെ കുറച്ച് നമ്മളിതിങ്ങനെ തിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ എണ്ണ കുടിച്ച ഒരു ഇതായിരിക്കും കേട്ടോ. നമുക്ക് ഒരു തലക്കെട്ടൊക്കെ കൊട്ടിപ്പോയ അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ ഒരു ഇതായിരിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ എങ്ങനെയായാലും ഒരു എണ്ണയുടെ ഇതുണ്ടല്ലോ, ഒരു എണ്ണയുടെ ഒരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറം കഴിക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ അകത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ എടുത്തേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിറക് വര. ഇനി ഇതിൻ്റെ അകത്ത് വിറക് വെക്കാൻ ഇടയില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ വിറകെല്ലാം പറമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ വിറക് പെറുക്കി അടുക്കി വെച്ചേക്കുന്ന ഇതാണ് കേട്ടോ. അടുക്കിയ ആൾ ഞാനാണ്. അപ്പോൾ അത് എന്തോരം എടുത്താലും അതങ്ങനെ ചാടിപ്പോകുമൊന്നുമില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകിട്ടത്തേക്കുള്ള ചേമ്പും കൂടെ ചിരണ്ടി വെച്ചേക്കാൻ ഓർത്തു. ഞാൻ പറഞ്ഞില്ലേ വയലിട്ട് തണ്ട് വരുന്ന ചേമ്പ്, ഞങ്ങൾ കറുത്തവണ്ണം ചേമ്പെന്നാണ് ഇവിടെയൊക്കെ പറയണേ കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി ആർക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ ഇവിടെ. അത് പുഴുങ്ങി കഴിയുമ്പോൾ നല്ല ഒരു ഞോള പോലെ അതിരിക്കും കേട്ടോ. അകം ഇങ്ങനെ നല്ല പൊടിഞ്ഞു പോലെ ഇരിക്കും. ചേമ്പ് സാധാ അങ്ങനെയൊക്കെ തന്നെയാണ്, എങ്കിലും ഇതിനൊരു ഇത്തിരി കൂടി കൂടുതൽ. അപ്പോൾ ചേമ്പെല്ലാം ചിരണ്ടി. അപ്പം ഞാൻ ആ ചേമ്പിൻ്റെ വിത്ത് ചിരണ്ടത് കാട്ടിത്തരാം കേട്ടോ. എണീറ്റ് വന്ന് കാണിക്കാവേ, പറഞ്ഞു പോവില്ലായിരിക്കും. ഇത് കണ്ടോ, ഈ കളറിലിരിക്കും നമ്മളതങ്ങ് ചിരണ്ടി കഴിയുമ്പോൾ. പിന്നെ ഇതല്ലെങ്കിൽ നമ്മൾ ചേമ്പ് മുഴുവനോടെ പൊഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് പുഴുങ്ങി കഴിഞ്ഞിട്ട് തൊലി അങ്ങ് പൊളിച്ച് കളഞ്ഞാലും മതി. അങ്ങനെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ മമ്മി പറഞ്ഞു എന്തായാലും ചിരണ്ടിക്കൊടി ഇവർക്ക് പിന്നെ നമ്മൾ തന്നെ പൊളിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ വൈകിട്ട് ചേമ്പൊക്കെ പുഴുങ്ങി, കാന്താരി മുളക് പറിച്ചില്ല കേട്ടോ. പിന്നെ വത്തലമുളക്, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വെച്ച് ചാലിച്ചു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ വൈകിട്ട് 4 മണി കാപ്പി അങ്ങ് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ചേമ്പ് മുളക് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കഴിക്കാൻ പോവാണ്. ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളും. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തേക്ക് പോയോ? എങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണാം.